എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പഴയ ഒരു ടോപ്പ് നമ്മളൊന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാമെന്നാണ്. ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ആ ഒരു ടോപ്പ് ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കുക. ഇത് നമ്മുടെ ടോപ്പിൽ മാത്രമല്ല ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ സാരിയിലും അതേപോലെ തന്നെ നമുക്ക് ബ്ലൗസിലും ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ വർക്കാണ്. ഒറ്റ വർക്കേ ഉള്ളൂ, പക്ഷേ അത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. എങ്ങനെയാണെന്ന് നോക്കാം, പോകാം നമുക്ക് വീഡിയോയിലോട്ട്. അപ്പോൾ ഇതാണ് ടോപ്പ്. ഇതെൻ്റെ ഒരു കസിൻ്റെ ടോപ്പാണ്. അപ്പോൾ ഇതൊന്നാണ് നമ്മൾ മേക്ക് ഓവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കൊരു നോട്ട് ഇട്ട് ഉള്ളൊരു വർക്കാണ്. ആ ഒരൊറ്റ വർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഈ കഴുത്തിൻ്റെ എന്ന് വെച്ചാൽ ഈ ഒരു നെക്ക് പോർഷനിൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ വർക്ക് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ത്രെഡ് നമുക്ക് കിട്ടും. അപ്പോൾ ആ ത്രെഡ് എടുത്തിട്ട് ഇതേപോലെ നമുക്ക് സൂചി ഒന്ന് സാധാ വലിയ സൂചിയില്ലേ, ആ സൂചി വെച്ച് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറ്റിയെടുക്കുക. അതിനുശേഷം ആ സൂചി ഇതേപോലെ വെച്ചിട്ട് നമ്മൾ 3 പ്രാവശ്യം ഇതിലൊന്ന് ചുറ്റിയിട്ട് എവിടെയാണോ കുത്തിയത് അവിടോട്ട് തന്നെ നമ്മൾ തിരിച്ചിറക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലൊരു നോട്ട് വന്ന് കിട്ടി. ഇപ്പം നമ്മൾ റെഡും റോസും ഗ്രീനും യൂസ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആദ്യം സെൻറ്റർ പോർഷനിൽ കുത്തി ഇതിന് ചുറ്റുമായിട്ട് നമുക്ക് ഇതേപോലെ 3 നോട്ടിട്ട് ചെയ്യുവാണ്. 3 പ്രാവശ്യം ചുറ്റി എന്ന് വെച്ചാൽ ഇതേപോലെ വെച്ചിട്ട് ഇതുപോലെ 3 പ്രാവശ്യം സൂചിമേ ചുറ്റിയിട്ട് ആ പോർഷനിൽ തന്നെ നമ്മൾ ഇറക്കുക താഴത്തോട്ട്. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ആ നടുക്ക് വെച്ചതിൻ്റെ ചുറ്റുമായിട്ട് നമ്മൾ ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഒരു ഫ്ലവറായിട്ട് ഇരിക്കും. അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യണം കേട്ടോ, എന്നാലേ ഒരു ഭംഗി ഉണ്ടാകത്തുള്ളൂ, ഫ്ലവറിൻ്റെ ഇതിലിരിക്കത്തുള്ളൂ. ഗ്യാപ്പ് വന്നാൽ നമുക്കത്ര ഫ്ലവറിൻ്റെ ആ ഒരു ഇതായിട്ട് തോന്നില്ല. ഇത് 3 ഇതായിട്ട് ചുറ്റാം, 4 ഇതായിട്ട് ചുറ്റാം, 2 ഇതായിട്ട് ചുറ്റാം, അങ്ങനെ. അപ്പോൾ ഇതാദ്യം നമുക്കിതൊന്ന് ഒരു ഫ്ലവറിൻ്റെ രീതിയിലൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഒരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പായില്ലേ. അപ്പോൾ എന്നിട്ട് ഇവിടെ നമുക്കൊന്ന് എന്ന് വെച്ചാൽ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കണം. അതും കൂടെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുമ്പോൾ അത് സെറ്റാവും. അങ്ങനെ നമുക്ക് ഫ്ലവർ ചെയ്യും. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ നമ്മൾ ഓരോ വെറൈറ്റി ആയിട്ടൊക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. ഇത് നമ്മുടെ ടോപ്പിൽ മാത്രമല്ല, നമുക്ക് ബ്ലൗസിൽ ചെയ്യാം, കുഞ്ഞു കുട്ടികളുടെ ഫ്രോക്കിൽ ചെയ്യാം, സാരിമേ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ, സൂപ്പർ വർക്കാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് തന്നെ കുറച്ചുകൂടെ ഗ്യാപ്പ് ഇട്ടിട്ട് ഇപ്പുറത്തെ സൈഡിലും ഞാൻ ആ റെഡ് ഇതേപോലെ തന്നെ ചെയ്തെടുക്കുവാണേ. ഇനി പിങ്ക് കളർ ത്രെഡ് ഇട്ടും ഞാൻ ഇതേപോലെ ചെയ്യുകയാണ്. കണ്ടില്ലേ, ഇതേപോലെ ചെയ്യുക. ഇതുപോലെ സൂചി ആദ്യം എടുത്ത് ഇതുപോലെ 3 ചുറ്റുക. എന്നിട്ട് അതേപോലെ നമ്മൾ താഴത്തോട്ട് ഇറക്കുക. എന്നിട്ട് അതും ഇതുപോലെ ഫ്ലവർ രൂപത്തിൽ ചെയ്തെടുക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു വർക്കാട്ടോ. അപ്പോൾ കണ്ടോ, ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ആ നെക്ക് പോർഷനിൽ ഫുള്ള് നമ്മൾ ചെയ്തെടുക്കും. നമുക്ക് വരയ്ക്കാനോ റൗണ്ട് ചെയ്യാനോ ഒന്നും പോകണ്ട, ഒന്നും മെനക്കണ്ട. പെട്ടെന്ന് തന്നെ നമുക്ക് സൂചിയും ഇതേപോലത്തെ ത്രെഡും ഉണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇത് ഇത്തിരി വർക്കുള്ള ഡ്രസ്സായത് കാരണം, വൈറ്റ് അതിൽ ഉള്ളത് കാരണം ഒരിത്തിരി ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നും, എന്നാലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പ്ലെയിൻ തുണിയാണെങ്കിലും അടിപൊളിയാണ്. ഇനി നമുക്ക് ഗ്രീൻ കളറിലും ഇതേപോലെ അങ്ങോട്ടും അപ്പുറത്ത് 2 സൈഡിലായിട്ട് ഇതേപോലെ ചെയ്താലുണ്ടല്ലോ, നമുക്ക് ഒരു ഇലയുടെ ഒരു ഇതുമായിട്ട് നമുക്ക് തോന്നും. ഈ സെയിം വർക്ക് തന്നെ കേട്ടോ, വേറെ വർക്കൊന്നും നമ്മൾ ഇതിൽ ചെയ്യുന്നില്ല. കണ്ടില്ലേ, അത് അപ്പുറത്തായിട്ടും കൂടെ ചെയ്യാം. വളരെ സിമ്പിളുമാണ്, എന്നാൽ നല്ല അടിപൊളിയുമാണ്. അപ്പോൾ ഇതേപോലെ ഞാൻ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചെയ്തെടുക്കട്ടെ. ആർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി വർക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്പ്രെഡ് ചെയ്ത് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഈ കൂട്ടത്തിൽ കാണിച്ചു തരാം. ഇതേപോലെ തന്നെ സൂചി കയറ്റിയതിന് ശേഷം നമ്മൾ 2 പ്രാവശ്യം ചുറ്റി ഇറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂട്ടുകാരെ മറക്കാതെ നമ്മുടെ ചാനൽ
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ മറ്റു കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് ഈ വർക്ക് ചെയ്തേക്കുന്ന കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഹാപ്പി ക്രിസ്മസ്.